നമസ്കാരം. വയനാട്ടുകാരുടെ പേര് പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെ പിഴിഞ്ഞ് കാശുണ്ടാക്കുമെന്നുള്ള കണക്കുകൂട്ടലൊക്കെ നടത്തിയിരുന്നുവെങ്കിലും അതൊക്കെ പിഴച്ചു എന്നാണ് സൂചനകൾ. സർക്കാർ ഉദ്യോഗസ്ഥർ സർക്കാരിനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് എന്നതാണ് വിവരം. ഇതോടുകൂടി സാലറി ചലഞ്ചിലൂടെ 500 കോടി രൂപ പ്രതീക്ഷിച്ച സംസ്ഥാന സർക്കാരിന് 8ന്റെ പണിയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം വരെ CMDRF വയനാട് അക്കൗണ്ടിലേക്ക് ലഭിച്ചത് 41 കോടി രൂപ മാത്രമാണ് എന്ന കണക്കുകൾ പുറത്തു വരികയാണ്. 500 കോടി രൂപ പ്രതീക്ഷിച്ച സ്ഥലത്താണ് വെറും 41 കോടി രൂപ ലഭ്യമായിരിക്കുന്നത്. 5 ദിവസത്തെ ലീവ് സറണ്ടറും PF ഉൾപ്പെടുന്ന തുകയാണ് ഇത് എന്നതാണ് വിവരം. 4 ദിവസത്തെ ശമ്പളം സംഭാവനയായി നൽകുന്ന അടുത്ത 2 മാസത്തിൽ ഇങ്ങനെ ലഭ്യമാകുന്ന തുകയൊക്കെ ഏകദേശം 200 കോടി തികയില്ല എന്നുള്ള വ്യക്തമാകുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാലറി ചലഞ്ചിനെതിരെ സർക്കാർ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുയർന്നതോടുകൂടി തന്നെയാണ് കണക്കിലും വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. എന്തായാലും കണക്കുകൾ ആദ്യം സർക്കാർ പുറത്തുവിടാതെ പിടിച്ചു നിർത്തി. പക്ഷേ ഇപ്പോൾ അത് പുറത്തു വന്നപ്പോഴാണ് കാര്യങ്ങൾ തകിടം മറിഞ്ഞു എന്ന് വ്യക്തമാകുന്നത്. സർക്കാരിന്റെ പ്രതീക്ഷയിൽ പകുതി പോലും ലഭ്യമാകാത്ത കണക്ക് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ട്രഷറി രേഖകൾ പുറത്തുവിട്ടതോടെ ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തുവിട്ടതോടെ സർക്കാരിന്റെ കണക്ക് കൂട്ടലുകൾ പിഴച്ചു എന്നത് വ്യക്തമാകുകയാണ്. 41 കോടി 20 ലക്ഷത്തോളം രൂപയാണ് ഇതുവരെ സാലറി ചലഞ്ചുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് വന്നിട്ടുള്ളത് എന്നതാണ് വിവരം. ഒരു ദിവസത്തെ ശമ്പളം നൽകിയവരുടെ മാത്രം കണക്കായിരുന്നുവെങ്കിൽ സർക്കാരിന് ഇതൊരു ആശ്വാസമാകുമായിരുന്നു. പക്ഷേ ഇത് മുഴുവൻ ആളുകളുടെ ശമ്പളത്തിന്റെ തുകയാണ്. എന്തായാലും ലീവ് സറണ്ടർ ചെയ്തും PF വഴിയുടെ തുകയിൽ നിന്നുമൊക്കെ 5 ദിവസത്തെ ശമ്പളം നൽകിയതൊക്കെ കൂട്ടിയിട്ടാണ് ഈ 41 കോടി രൂപ ലഭ്യമായത് എന്നതാണ് വിവരം. വയനാട് പുനരധിവാസത്തിനായി 5 ദിവസത്തെ കുറയാത്ത ശമ്പളമാണ് സർക്കാർ ജീവനക്കാരിൽ നിന്ന് സംഭാവനയായി നൽകണമെന്ന് പറഞ്ഞിരുന്നത്, പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സർക്കാരിന്റെ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായിട്ടാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സെപ്റ്റംബറിൽ നൽകുന്ന ഓഗസ്റ്റിലെ ശമ്പളത്തിൽ നിന്ന് 1 ദിവസത്തെയും അടുത്ത മാസങ്ങളിൽ നിന്ന് 2 ദിവസത്തെയും ശമ്പളം വീതം നൽകണമെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം. അങ്ങനെ പരമാവധി 3 ഗഡുക്കളായി പണം നൽകണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചെങ്കിൽ പോലും 1-2 ഗഡുക്കളായും ഒടുക്കാമെന്നൊക്കെ സർക്കാർ പറഞ്ഞിരുന്നെങ്കിൽ പോലും സർക്കാർ പ്രതീക്ഷിച്ച 500 കോടി രൂപ സ്വരൂപിക്കാൻ സർക്കാരിന് സാധിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. സാലറി ചലഞ്ച് വഴി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്താനുള്ള സർക്കാരിന്റെ നീക്കത്തിനാണ് ജീവനക്കാർ ലീവ് സറണ്ടറിലൂടെ അടക്കം നല്ലൊരു മറുപണി നൽകിയിരിക്കുന്നത്. ധനവകുപ്പിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും പിഴച്ചത് ഇവിടെയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം കാലങ്ങളായി ലീവ് സറണ്ടർ ചെയ്ത് പണമാക്കാൻ നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് അനുമതിയില്ല എന്നതുകൊണ്ട് തന്നെ അതുവഴി പണം നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ് സൂചന. എന്തായാലും സാലറി ചലഞ്ച് അക്കൗണ്ടിലേക്ക് വന്ന പണത്തിന്റെ പട്ടിക നോക്കുമ്പോൾ അധികം ലീവ് സറണ്ടർ പ്രയോജനപ്പെടുത്താനായിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാണ്. ഇങ്ങനെ 5 ദിവസത്തെ ശമ്പളം മുഴുവൻ ലീവ് സറണ്ടറായി ഒറ്റ ഗഡുവായി ജീവനക്കാർ അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. കണക്കിൽ പണം ഉണ്ടെങ്കിൽ പോലും അക്കൗണ്ടിലേക്ക് പണം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ലീവ് സറണ്ടറിലൂടെ പണം നൽകാമെന്നുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് ധനവകുപ്പിന് വലിയ തലവേദനയാകുകയാണ്. അതായത് ഇനി ലീവ് സറണ്ടർ PF വായ്പാ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവരുടെ വകയായി സാലറി ചലഞ്ചിലൂടെ വരുന്ന 4 ദിവസത്തെ ശമ്പളം മാത്രം ലഭിക്കാൻ ഉണ്ട് എങ്കിൽ പോലും അത് ലഭ്യമാകുക ആ തുകയായി അക്കൗണ്ടിലേക്ക് എത്തണമെങ്കിൽ സമയമെടുക്കുമെന്ന് ചുരുക്കം. എന്തായാലും സംസ്ഥാന സർക്കാർ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കണക്കുകളൊക്കെ നിരത്തുന്നുണ്ട്. ഇതിന്റെ ഇടയിലാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾക്കെതിരെ മാധ്യമങ്ങൾ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തുന്നത്. ഒരു സർക്കാർ നമ്മൾ തന്നെ കണ്ടതാണ് വയനാട് ദുരന്ത സമയത്ത് അവിടെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ സന്നദ്ധ പ്രവർത്തനങ്ങളാണ് നടന്നതെന്ന്. അപ്പോൾ അതിന്റെയൊക്കെ പേരിൽ പലതരത്തിലുള്ള കണക്കുകളൊക്കെ ന്യായീകരിച്ചുകൊണ്ട് സർക്കാർ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പണം കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ച് ലഭിക്കാൻ വേണ്ടിയുള്ള വലിയൊരു കണക്ക് വിവരങ്ങൾ പുറത്തുവിട്ടപ്പോൾ അതിനെതിരെ മാധ്യമങ്ങൾ സംസാരിച്ചു. പക്ഷേ ഇതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ന്യായീകരണ ക്യാപ്സ്യൂളുമായി രംഗത്തെത്തി. അങ്ങനെ വലിയൊരു വിവാദ വിഷയം ഒരു സ്ഥലത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ് മറുവശത്തൂടെ ഇപ്പോൾ സാലറി ചലഞ്ചിലൂടെയുള്ള പണവും കേരള സർക്കാരിലേക്ക് ലഭ്യമാകാൻ സമയമെടുക്കുമെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും വയനാട്ടുകാരുടെ ദുരിതത്തെ മറയാക്കി പണം തട്ടുക അല്ലെങ്കിൽ പണം സ്വരൂപിക്കുക എന്നൊരു കാര്യം അത് ഇനി പെട്ടെന്നൊന്നും നടക്കാൻ പോകുന്ന ഒന്നല്ല. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകുമെന്നത് ഉറപ്പാണ്. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ സംസ്ഥാന സർക്കാർ നൽകേണ്ടതുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.